ഹായ് ഓൾ, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ബേസിക് കമ്പ്യൂട്ടർ സെക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ബുക്സും പിന്നെ MCQs പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ റെഫറൻസ് ബുക്സിനെയും പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ബേസിക് കമ്പ്യൂട്ടർ ഭാഗത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നോക്കാം. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന സെക്ഷനിൽ നിന്ന് 10 മാർക്കാണ് വരുന്നത്. നമുക്ക് ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി, എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആണ്. 5 മാർക്കിന്റെ സെക്ഷൻ ആണ്. അപ്പൊ അതിൽ വരുന്ന ടോപ്പിക്കുകൾ നോക്കാം. IT ഇൻ കമ്മ്യൂണിക്കേഷൻ, ബിസിനസ്, ഗവേണൻസ്, മെഡിസിൻ, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, സയൻസ്, എന്റർടൈൻമെന്റ്, എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ്, IT പോളിസി ഇൻ ദ സ്റ്റേറ്റ്, എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു സിസ്റ്റം, key technology, trends that raise ethical issues, ethics in an information society, basic concepts, responsibility, accountability and liability, ethical analysis, candidate ethical principle, professional codes of conduct, information rights, അതിൽ പ്രൈവസി ആൻഡ് ഫ്രീഡം ഇൻ ദ ഇന്റർനെറ്റ് ഏജ്, പ്രോപ്പർട്ടി റൈറ്റ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, അക്കൗണ്ടബിലിറ്റി, ലയബിലിറ്റി ആൻഡ് കൺട്രോൾ സിസ്റ്റം, ക്വാളിറ്റി കമ്പ്യൂട്ടർ സെക്യൂരിറ്റി, സെക്യൂരിറ്റി കൺസെപ്റ്റ്, സെക്യൂരിറ്റി ആസ്പെക്ട്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ, സെക്യൂരിറ്റി റിക്വയർമെന്റ്സ്, ക്രിപ്റ്റോഗ്രഫി, സിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതം, ഒതന്റിക്കേഷൻ മെത്തേഡ്സ്, അസസ് കൺട്രോൾ പ്രിൻസിപ്പിൾസ്, പോളിസീസ്, റിക്വയർമെന്റ്സ്, ഇൻട്രൂഷൻ ആൻഡ് ഡിറ്റക്ഷൻ, മാലിഷ്യസ് സോഫ്റ്റ്വെയർ, ഡിനൈൽ ഓഫ് സർവീസ്, ഫയർവാൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം vulnerabilities, Windows operating system vulnerability, Linux OS vulnerabilities, countermeasures. ഇത്രയാണ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി, എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. അപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക്സ് നോക്കുമ്പോൾ തന്നെ മിക്സ് ഓഫ് ടോപ്പിക്സ് ആണ്. ഒരുപാട് കണ്ടന്റ്സ് വരുന്നുണ്ട്. ക്രിപ്റ്റോഗ്രഫി വരുന്നുണ്ട്, IT ഇൻ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ പല ഡിഫറെന്റ് ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഒറ്റൊരു ബുക്സിൽ തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടണമെന്നില്ല. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഏതൊക്കെ ബുക്സ് യൂസ് ചെയ്ത കംപ്ലീറ്റ് കണ്ടന്റ്സ് കിട്ടുമെന്നൊക്കെ ഉള്ളത് നോക്കാം. 2 സെക്ഷൻ ആയിട്ടാണ് കമ്പ്യൂട്ടർ വരുന്നത്. രണ്ടാമത്തെ സെക്ഷൻ വരുന്നതാണ് MS ഓഫീസ് ആൻഡ് ഇന്റർനെറ്റ്. അതും 5 മാർക്കാണ്. അതിലെ കണ്ടന്റ്സ് നോക്കാം. വിൻഡോസ്, ഡെസ്ക്ടോപ്പ്, ടാസ്ക് ബാർ, സ്റ്റാർട്ട് മെനു, മൈ കമ്പ്യൂട്ടർ, വിൻഡോസ് എക്സ്പ്ലോറർ, റീസൈക്കിൾ ബിൻ, ആക്സസറീസ്, calculator, notepad, paint, wordpad, MS Word, text formatting features, paragraph change case, font, tab, drop cap, bullets and numbering, advanced formatting features, borders and shading, auto shape, caption, columns, text box, footnote, tables and drawing features, insert table, draw table, formula, sort, forms, graphic, word art and clip art, tools, mail merge, spelling and grammar, thesaurus, autocorrect, MS Excel, worksheet, cell range operation, fill series, protecting worksheet function, sum, average, if, financial and statistical functions, mathematical functions, database operations, sort, filter, auto filter and advanced filter, subtotals, table, validation charts, column, pie, xy, line, scatter. ഇത്രയും ടോപ്പിക്സ് ആണ് വരുന്നത്. അപ്പൊ ഈ പല ഡിഫറെന്റ് ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പൊ ആ 2 സെക്ഷൻ ആയിട്ടുണ്ട്. ആദ്യത്തെ സെക്ഷൻ 5 മാർക്കും രണ്ടാമത്തെ സെക്ഷനും 5 മാർക്കാണ്. അപ്പൊ ആദ്യത്തെ സെക്ഷനിൽ IT ഇൻ കമ്മ്യൂണിക്കേഷൻ, ബിസിനസ്, ഗവേണൻസ്, മെഡിസിൻ, എഡ്യൂക്കേഷൻ, സയൻസ്, എന്റർടൈൻമെന്റ്, മാനുഫാക്ചറിംഗ്. ഫസ്റ്റ് സെക്ഷൻ നോക്കുമ്പോൾ തന്നെ മിക്സ് ഓഫ് ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട്. അതിൽ പല ഡിഫറെന്റ് സെക്ഷൻസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഓരോ സെക്ഷൻസും ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്യാം, എല്ലാം കൂടെ നമുക്ക് എല്ലാ ടോപ്പിക്സും ഉൾപ്പെടുത്തിച്ചുകൊണ്ടുള്ള ടെക്സ്റ്റ് ഇല്ല. അപ്പൊ ഡിഫറെന്റ് ടോപ്പിക്സ് റെഫർ ചെയ്യാൻ നമുക്ക് ഡിഫറെന്റ് ടെക്സ്റ്റ് ബുക്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്ന ഫസ്റ്റ് സെക്ഷനിലെ IT ഇൻ കമ്മ്യൂണിക്കേഷൻ, ബിസിനസ്, ഗവേണൻസ്, മെഡിസിൻ, എഡ്യൂക്കേഷൻ, സയൻസ്, എന്റർടൈൻമെന്റ്, മാനുഫാക്ചറിംഗ്, ഇതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ്സ് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ബുക്ക് നോക്കാം. അതിന് നമുക്ക് ഇൻഫോർമേഷൻ ടെക്നോളജി ഫോർ മാനേജ്മെന്റ്, ഹെഫ്രൈൻ ടർബൻ ആൻഡ് റെയ്നർ ആൻഡ് പോട്ടർ, ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആണ്. ഏതൊക്കെ ടോപ്പിക്സ് ആണ് കറക്റ്റ് സിലബസിലുള്ള ഏതൊക്കെ ടോപ്പിക്സ് ഈ ബുക്കിൽ കവർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. IT ഇൻ ബിസിനസ് ആൻഡ് ഓർഗനൈസേഷൻ, ഗവേണൻസ്, ഹെൽത്ത് കെയർ, IT, ഓഫീസ് ഓട്ടോമേഷൻ, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, ഇത്രയും കാര്യങ്ങൾ എന്താണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്തത്
അടുത്ത തന്നെ നമ്മുടെ ആദ്യത്തെ സെക്ഷനിൽ വരുന്ന അടുത്ത സബ് ടോപ്പിക് എന്ന് പറയുന്നത് എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, IT പോളിസി, എത്തിക്സ് ഇൻ ഇൻഫർമേഷൻ സൊസൈറ്റി. ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് കവർ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് എത്തിക്സ് ആൻഡ് ടെക്നോളജി, കോൺട്രവേഴ്സീസ്, ക്വസ്റ്റ്യൻസ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ എത്തിക്കൽ കമ്പ്യൂട്ടിംഗ് ബൈ ഹെർമാൻ ടി ടാവണി. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് നോക്കാം. എത്തിക്കൽ അനാലിസിസ് വരുന്നുണ്ട്, പ്രൊഫഷണൽ കോഡ്സ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി, എത്തിക്സ് ഇൻ ഇൻഫർമേഷൻ സൊസൈറ്റി, ടെക്നോളജി ആൻഡ് സോഷ്യൽ ഇമ്പാക്ട്. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം അടുത്ത സബ് സെക്ഷൻ നോക്കാം, ഇൻഫർമേഷൻ റൈറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടി റൈറ്റ്സ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ബുക്കാണ് സൈബർ ലോ ആൻഡ് എത്തിക്സ്, റെഗുലേഷൻ ഓഫ് ദ കണക്റ്റഡ് ആൻഡ് ഓതേഴ്സ് മാർക്ക് ഗ്രബോക്സി ആൻഡ് എറിക് പി റോബിൻസൺ. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രൈവസി ആൻഡ് ഫ്രീഡം ഓൺ ദി ഇന്റർനെറ്റ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ലീഗൽ ഫ്രെയിംവർക്സ്, IT ലോസ് ആൻഡ് പോളിസീസ് ഒക്കെ ഈ ഒരു ബുക്കിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്ത നമുക്ക് നോക്കാം, കമ്പ്യൂട്ടർ സെക്യൂരിറ്റി കൺസെപ്റ്റ്സ് ആൻഡ് സിസ്റ്റം ക്വാളിറ്റി. ഈ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ആണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ബൈ വില്യം സ്റ്റാലിങ്സ്. ആ ഒരു ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുന്ന ടോപ്പിക്സ് സെക്യൂരിറ്റി കൺസെപ്റ്റ്സ്, CIA ട്രയാഡ്, കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി, റിസ്ക് മാനേജ്മെന്റ്, സിസ്റ്റം ക്വാളിറ്റി ആൻഡ് റിലയബിലിറ്റി. ഇനി അടുത്ത് വരുന്നത് ആ ഒരു ഫസ്റ്റ് സെക്ഷനിലെ അടുത്തൊരു സബ് സെക്ഷൻ ആണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന ക്രിപ്റ്റോഗ്രഫി ആൻഡ് ഒതന്റിക്കേഷൻ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ബുക്സ് എന്ന് പറയുന്ന ക്രിപ്റ്റോഗ്രഫി ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ബൈ വില്യം സ്റ്റാലിങ്സ് ആണ്. അത് കവർ ചെയ്യുന്ന ടോപ്പിക്സും കൂടി ശ്രദ്ധിക്കുക. സിമെട്രിക് ആൻഡ് അസിമെട്രിക് അൽഗോരിതം, DES, AES, ഒതന്റിക്കേഷൻ മെത്തേഡ്സ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, ആക്സസ് കൺട്രോൾ മോഡ്സ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ബുക്കിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്തത് ആ ഒരു ഫസ്റ്റ് സെക്ഷനിൽ തന്നെ വരുന്ന അടുത്ത സബ് ടോപ്പിക് ആണ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ, മാൽവെയർ, ഡോസ്, ഫയർവാൾ. ഇത് റെഫർ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യേണ്ട ബുക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എസെൻഷ്യൽ ബൈ വില്യം സ്റ്റാലിങ്സ്. ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് നോക്കുക, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റംസ്, മാലീഷ്യസ് സോഫ്റ്റ്വെയർ, ഡോസ് അറ്റാക്സ്, ഫയർവാൾ ആൻഡ് VPNs. ഇനി അടുത്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് വൾണറബിലിറ്റി ആണ്. അത് റെഫർ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന ബുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസെപ്റ്റ് ബൈ എബ്രഹാം. ഇതിൽ കവർ ചെയ്യുന്ന ടോപ്പിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി, പ്രൊട്ടക്ഷൻ മെക്കാനിസം, വിൻഡോസ് ആൻഡ് ലിനക്സ് ഇന്റേണൽസ്. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബുക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എല്ലാം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് നോക്കി ഈ ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടി. ഈ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റ്സും ചിലപ്പോൾ നമുക്ക് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ആദ്യമേ നോക്കുമ്പോൾ അവർക്ക് കൺസെപ്റ്റ് കറക്റ്റ് രീതിയിൽ മനസ്സിലാകണമെന്നില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫോർ ഈസി റെഫറൻസ് നമുക്ക് ഇന്ത്യൻ ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കാവുന്നതാണ്. അപ്പം ക്വിക്കായിട്ട് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകുന്ന രീതിയിലുള്ള ഇന്ത്യൻ ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൈബർ സെക്യൂരിറ്റി നോക്കാൻ നീന കോഡ്ബോൾ ആൻഡ് സുനിത് ബേൽപൂർ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാം. ദെൻ ഇൻഫോർമേഷൻ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് പഠിക്കാൻ PK സിൻഹ ആൻഡ് പ്രീതി സിൻഹ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് റെഫർ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇനി അടുത്ത കമ്പ്യൂട്ടർ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സാറ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് യൂസ് ചെയ്ത്. ഇതെല്ലാം ഇന്ത്യൻ ഓതേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ കുറച്ചും കൂടെ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും. അപ്പൊ ബിഗിനേഴ്സിനായാലും പെട്ടെന്ന് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് കൺസെപ്റ്റ്സ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത രണ്ടാമത്തെ സെക്ഷൻ ആണ് MS ഓഫീസ് ആൻഡ് ഇന്റർനെറ്റ്. അപ്പൊ അതിലും ഒരുപാട് കണ്ടന്റ്സ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഓരോന്നും ഏതൊക്കെ ബുക്സ് സ്റ്റാൻഡേർഡ് ബുക്സ് യൂസ് ചെയ്യാൻ നോക്കാം. ആദ്യത്തേത് വിൻഡോ ബേസിക്സ് ആൻഡ് ആക്സസറീസ് ആണ്. നമുക്കത് റെഫർ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റിയ ബുക്ക് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ ബൈ PK സിൻഹ ആൻഡ് പ്രീതി സിൻഹ. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാം. ഇതിൽ കവർ ചെയ്തിട്ടുള്ള നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിൻഡോസ് ഡെസ്ക്ടോപ്പ്, ടാസ്ക് ബാർ, സ്റ്റാർട്ട് മെനു, മൈ കമ്പ്യൂട്ടർ, വിൻഡോസ് എക്സ്പ്ലോറർ, റീസൈക്കിൾ ബിൻ, ആക്സസറീസ്, കാൽക്കുലേറ്റർ, നോട്ട് പാഡ്, പെയിന്റ്, വേർഡ് പാഡ്. ഇനി അടുത്തത് നമുക്ക് MS വേർഡ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് MS ഓഫീസ് മെയ്ഡ് സിമ്പിൾ ബൈ കോജൻ ലേണിംഗ് സൊല്യൂഷൻസ് എന്ന ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാം. അതിൽ നമുക്ക് സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് നോക്കാം. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സിൽ ചേഞ്ച് കേസ്, ഫോണ്ട്, ടാബ്, ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ഇൻക്ലൂഡഡ് ആണ്. അഡ്വാൻസ്ഡ് ഫോർമാറ്റിംഗിൽ ബോർഡർ ആൻഡ് ഷെയ്ഡിംഗ്, ഓട്ടോ ഷേപ്പ്, ക്യാപ്ഷൻ, കോളംസ്, ടെക്സ്റ്റ് ബോക്സ്, ഫുട് നോട്ട് ഇൻക്ലൂഡഡ് ആണ്. ദെൻ ടേബിൾസ് ആൻഡ് ഡ്രോയിങ് ടൂൾ
ടൂൾസിൽ ഇൻസേർട്ട് ടേബിൾ, ഡ്രോ ടേബിൾ, ഫോർമുല, സോർട്ട്, ദെൻ ഗ്രാഫിക്സിൽ വേർഡ് ആർട്ട്, ക്ലിപ്പ് ആർട്ട്, ടൂൾസിൽ മെയിൽ മെർജ്, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, തിസാറസ്, ഓട്ടോ കറക്റ്റ്. ഇത്രയും കൺസെപ്റ്റ് ഈ ഒരു ബുക്കിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്തത് MS Excel നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ അണ്ടർസ്റ്റാൻഡിങ് MS ഓഫീസ് ബൈ അലക്സിസ് ലിയോൺ ആൻഡ് മാത്യൂസ് ലിയോൺ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കവർ ചെയ്തിട്ടുള്ള നമ്മുടെ സിലബസിലെ ടോപ്പിക്സ് നോക്കാം. വർക്ക്ഷീറ്റ്, cells and cell range operation, fill series, protecting worksheets, functions, sum, average, if, financial and statistical functions, mathematical functions, database operation, sort, filter, auto filter, advanced filter, subtotal, table, validation, chart, column, pie, line, xy, scatter. ഇതെല്ലാം സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് എല്ലാം ഈ ഒരു ബുക്കിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം, ഇന്റർനെറ്റ് ഫണ്ടമെന്റൽസ് ആണ്. ഇന്റർനെറ്റ് ഫണ്ടമെന്റൽസിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ബുക്ക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ ബൈ PK സിൻഹ ആണ്. ഈ ഒരു PK സിൻഹ ആൻഡ് പ്രീതി സിൻഹ ഈ ഒരു ബുക്കിൽ നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനെറ്റ്, വെബ് ബ്രൗസർ ആൻഡ് ബേസിക് ഫീച്ചേഴ്സ്, ഇമെയിൽ ബേസിക്സ്, സെർച്ച് എൻജിൻസ്, ഇന്റർനെറ്റ് ടെർമിനോളജി, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ തിയറി മാത്രം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് പഠിച്ചാൽ പോരാ, ഇതുമായി ബന്ധപ്പെട്ട് MCQs കൂടി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കൺസെപ്റ്റ് ഈ ഒരു ബുക്ക് നമുക്ക് യൂസ് ചെയ്യാം. അരിഹന്ത് പബ്ലിക്കേഷന്റെ കമ്പ്യൂട്ടർ അവയർനെസിന്റെ MCQ ടെക്സ്റ്റ് ബുക്സ് വാങ്ങിച്ചാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ ഈ ഒരു ഇത് മാത്രമല്ല, ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കേരള PSC, അതർ സ്റ്റേറ്റ് PSCയുടെ ഒക്കെ പല ഡിഫറെന്റ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ കളക്ട് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യണം. ദെൻ നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ 3ാമത്തെ ബാച്ച് ടെക് PSC ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ടെക് PSCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ടെക് PSCയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നമ്മൾ കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷൻ കിട്ടും. ഫുൾ സിലബസിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാം. ഫുൾ ലെങ്തിലുള്ള മോഡൽ എക്സാംസ് കിട്ടും. ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യും. ഇൻഡിവിജ്വൽ മെന്റർ സപ്പോർട്ട് ആൻഡ് ഇന്റർവ്യൂ ഗൈഡൻസ് സെഷൻ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ സ്റ്റഡി പ്ലാൻ കൊടുക്കും, മന്ത്ലി സ്റ്റഡി പ്ലാൻ, ആൻഡ് അത് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് ആൻഡ് അസസ്മെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇപ്പൊ പർച്ചേസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഏർലി ബേർഡ് ഓഫറിൽ 3rd ബാച്ചിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്ക് ഏർലി ബേർഡ് ഓഫറിൽ 20% ഡിസ്കൗണ്ടിൽ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂട്യൂബിൽ ഇടുന്ന ഫ്രീ ക്ലാസ്സസിന്റെ ഒക്കെ നോട്ട്സ് ആക്സസ് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം ചാനലിന്റെ ലിങ്കിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ. താങ്ക് യു.